ഒരു സർക്കാർ ഓഫീസിൽ തല തിരിഞ്ഞ ക്ലോക്ക് സ്ഥാപിച്ചാൽ എന്ത് സംഭവിക്കും? ആകെ കുഴയുമല്ലേ? സമയത്തിന് പ്രാധാന്യം കൂടുതലുള്ള ഇവിടുത്തെ സമയക്രമം മുഴുവൻ അവതാളത്തിലാകുമെന്നും പ്രേക്ഷകർ ചിന്തിക്കുന്നത്. പത്തനംതിട്ട പൊതുമരാമത്ത് വകുപ്പ് ഇലക്ട്രിക് സെക്ഷൻ ഓഫീസിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ക്ലോക്ക് ഉണ്ടാക്കുന്ന കൗതുക കാഴ്ചകളിലേക്ക് ഇനി നമുക്ക് നോക്കാം. ഇത് കണ്ടിട്ട് പ്രേക്ഷകർക്ക് കൺഫ്യൂഷനായി കാണുമല്ലേ? ഇതേ കൺഫ്യൂഷനാണ് ഇവിടെ എത്തുന്നവർക്കും. പക്ഷേ ആ കൺഫ്യൂഷൻ വാച്ചിലെ സമയവും ഇവിടുത്തെ തലതിരിഞ്ഞ ക്ലോക്കിലെ സമയവുമായി ഒത്തുനോക്കി ഉറപ്പുവരുത്തുന്നത് വരെ മാത്രമുള്ളൂ. വിപരീത ദിശയിലാണ് ഈ ക്ലോക്ക് ഓടുന്നതെങ്കിലും സമയം കിറുകൃത്യം. ഓഫീസിലെത്തുന്ന പലരും വാച്ചിലെ സമയവും തലതിരിഞ്ഞ ക്ലോക്കിലെ സമയവും ഒത്തുനോക്കുന്നതും കൗതുക കാഴ്ചയാണ്. ഓഫീസിലെ ഓവർസിയറായ ഷാജിയാണ് ഈ കൗതുക ക്ലോക്ക് നിർമ്മിച്ചത്. പഴയ സൈക്ലിന്റെ ചെയിനും ഉപേക്ഷിക്കപ്പെട്ട ക്ലോക്കിന്റെ ഉപകരണങ്ങൾ കൊണ്ടാണ് ക്ലോക്കിന്റെ നിർമ്മാണം. ക്ലോക്കിനോട് തന്നെ നേരത്തെ ഇങ്ങനെ അസംബിൾ ചെയ്യുന്ന ഒരു താല്പര്യമുണ്ട്. അപ്പോൾ ഒന്ന് റിവേഴ്സ് മോഡിൽ ചെയ്യാൻ വേണ്ടി ഇത് സാധാ മെഷീൻ്റെ ക്ലോക്കിനകത്ത് വരുന്ന മൂവ്മെൻറ്റ് അത് തന്നെയാണ്. അതിനെ പൊളിച്ച് വന്ന് റീ അസംബിൾ ചെയ്തതാണ്. അത് ചെറിയ ഡിസൈൻ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താണ് റിവേഴ്സിലോട്ട് മാറ്റുന്നത്. ഇതിപ്പോൾ നമ്മൾ ബൈക്കിന് ഉപയോഗിക്കുന്ന സെക്കൻഡ്സ്, അതായത് പഴയ ചെയിൻ സ്പ്രോക്കറ്റുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആ ഒരു ഭംഗിക്ക് വേണ്ടി. അങ്ങനെ നേരത്തെ ഇതേപോലത്തെ റിവേഴ്സ് ക്ലോക്ക് ചെയ്തിട്ടുണ്ട് പഴയ ഓഫീസിലും. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് 1 വർഷമായതേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ പിന്നെ കുറച്ച് ഗാർഡനും സെറ്റപ്പ്, ഒരു അക്വേറിയം. നമ്മൾ ഓഫീസിൽ വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി വേണമല്ലോ. കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതിലെ താല്പര്യമാണ് ഷാജിയെ ഇത്തരം വ്യത്യസ്ത വസ്തുക്കൾ നിർമ്മിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഓഫീസിലെ വരാന്തയും ചെടികളും അക്വേറിയവും ഒക്കെ കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട് ഇദ്ദേഹം. സഹപ്രവർത്തകരും ഷാജിക്ക് പിന്തുണയുമായി ഒപ്പമുണ്ട്. ജനം, പത്തനംതിട്ട.